എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സ്നേഹവന്ദനങ്ങൾ. കേരളക്കരയിൽ ഒരു വേടൻ എന്ന കഥാപാത്രവും അതിനോട് ബന്ധപ്പെട്ട് ഹിന്ദു ഐക്യവേദി സംസ്ഥാന പ്രസിഡന്റ് KP ശശികലയും വിവാദ വിഷയമായി മാറിയിരിക്കുകയാണ്. എല്ലാ യൂട്യൂബ് ചാനലുകാരും അതുപോലെ തന്നെ ട്രോളുകാരും ഒരേ സ്വരത്തിൽ ശശികലയെ ട്രോളുകയും പരിഹസിക്കുകയും വിമർശിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ കേരളത്തിൽ നിലനിൽക്കുന്നത്. അതിനിടയിലാണ് ഞാൻ ഒരാൾ ശശികലയെ അഭിനന്ദിക്കുവാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ശരിക്കും എനിക്ക് തെറിയുടെ അഭിഷേകം തന്നെ ഉണ്ടാകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എങ്കിലും ഞാൻ എൻ്റെ വീക്ഷണകോണിൽ നിന്ന് ഞാനൊന്ന് സംസാരിച്ചോട്ടെ. എല്ലാവരും അവരെ ഇകഴ്ത്തി പറയുമ്പോൾ ഞാൻ ഒരുത്തനെങ്കിലും രണ്ടു വാക്ക് പുകഴ്ത്തി പറയുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട്. നമുക്കറിയാം, KP ശശികല ടീച്ചർ എന്നൊരു വാലോട് കൂടിയാണ് അറിയപ്പെടുന്നത്. കേരളത്തിലെ ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന പ്രസിഡന്റാണ്. അപ്പൊ തന്നെ നമുക്കറിയാം, ആ ഒരു സംവിധാനത്തിന്റെ പ്രസിഡന്റ് ആയിട്ടിരിക്കണമെങ്കിൽ അതിനുള്ള ശേഷി ഉള്ളത് കൊണ്ട് തന്നെയാണ് ആ ഒരു പൊസിഷനിൽ അവരെത്തിയിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം വേടൻ എന്ന ഒരു കഥാപാത്രം, അപരനാമത്തിൽ അറിയപ്പെടുന്ന കഥാപാത്രം, ഞാൻ അയാളെ കുറിച്ച് കേൾക്കുന്നത് 1-2 ആഴ്ചകൾക്ക് മുമ്പാണ്. കിളിമാനൂരിൽ ഇദ്ദേഹം ഒരു പ്രോഗ്രാം അവതരിപ്പിക്കാൻ വന്നു എന്നും ഒടുവിൽ മഴയായത് കാരണവും അവിടെ ആരൊക്കെയോ ഷോക്കേറ്റ് മരിച്ചത് കാരണവും ഒക്കെ അദ്ദേഹത്തിന്റെ പ്രോഗ്രാം അവിടെ അവതരിപ്പിക്കാൻ കഴിയാതെ പോവുകയും വളരെ വലിയ കൂട്ടം യൗവനക്കാർ അവിടേക്ക് പലയിടങ്ങളിൽ നിന്ന് ഒഴുകി വന്നു എന്നും ഒക്കെ കേൾക്കാനിടയായി. അതുവഴി നമ്മുടെ ഭാരതത്തിന്റെ പ്രധാനമന്ത്രി വന്നാൽ ഉണ്ടാകുന്ന അത്ര ജനസാന്ദ്രത വേടൻ വന്ന ഗ്രൗണ്ടിലേക്ക് ഒഴുകി എന്ന ഒരു കേൾവി, ഇതാരാണ് കഥാപാത്രം എന്നതിനെ കുറിച്ച് ഒന്ന് മനസ്സിലാക്കണമെന്ന് സ്വാഭാവികമായ ആഗ്രഹം തോന്നി. അതിനിടയ്ക്കാണ് KP ശശികലയുടെ വിവാദ പരാമർശം വരുന്നത്. പിന്നീട് അയാളെ കുറിച്ചുള്ള ഒരുപാട് ചർച്ചകൾ സമൂഹത്തിൽ നിന്ന് നടക്കുകയാണ്. അതുവഴി വേടൻ ഒരു അറിയപ്പെട്ട കഥാപാത്രമായി മാറിയിരിക്കുന്നു എന്നുള്ളതും ശ്രദ്ധേയമാണ്. അപ്പോൾ ഞാൻ ഇതിങ്ങനെ ശ്രദ്ധിച്ചു, എന്താണ് ഈ സംഭവം? അപ്പോൾ ഒന്ന്, വേടൻ സമൂഹത്തിലെ തിന്മകൾക്കെതിരെ സംസാരിക്കുന്നു എന്ന് ഒരു പരാമർശം കേൾക്കുന്നു. മറുഭാഗത്ത് അയാൾ തന്നെ കുറെ തിന്മകൾ ചെയ്യുകയും ചെയ്തിരിക്കുന്നു. കഞ്ചാവ് കേസിലെ പ്രതിയാണ് പോലും. അപ്പോൾ തന്നെ അദ്ദേഹം പുലിയുടെ പല്ല് കഴുത്തിൽ തൂക്കിയതിന്റെ വേറെ ശിക്ഷയായി അദ്ദേഹത്തിന് വേറെ കേസ് നിലനിൽപ്പുണ്ട്. അപ്പോൾ എങ്ങനെയൊക്കെ പലവിധമാകുന്ന കേസുകൾ ഒക്കെ നിലനിൽപ്പുള്ള ഒരു യൗവനക്കാരൻ. അപ്പോൾ അയാൾ പിന്നീട് പാട്ടുകളിൽ, അദ്ദേഹത്തിന്റെ പാട്ടുകളിലൂടെ പറഞ്ഞു പോലും, നിങ്ങളാരും മദ്യപിക്കരുതേ, നിങ്ങളാരും കഞ്ചാവ് ഉപയോഗിക്കരുത് എന്നൊക്കെ പറഞ്ഞു പോലും. എനിക്കറിയില്ല, ഇതിന്റെയൊക്കെ വാസ്തവം എനിക്കറിയില്ല. ഏതായാലും സംഘിപഥത്തിലേക്ക് ഉയർത്തപ്പെട്ട ഒരു മുൻ DGP പറയുന്നത് കേട്ടു, ഇയാൾക്ക് നിയമലംഘനം വശമുള്ളത് കൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വരെ സപ്പോർട്ട് ചെയ്യുന്നത് എന്നും ഒക്കെ പറഞ്ഞ് കുറെ പരാമർശങ്ങൾ കേട്ടു. അപ്പൊ പിന്നീടാണ് ഇദ്ദേഹത്തിന്റെ പ്രധാനമന്ത്രിക്കെതിരെയുള്ള പരാമർശങ്ങൾ കണ്ടത്. അത് വളരെ കുറിക്കൊള്ളുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ശരിക്കും പ്രീവിയസ് ഹിസ്റ്ററി, ഇന്നത്തെ നിലപാടുകൾ എല്ലാം ചേർത്ത് വെച്ച് പാട്ടുപോലെ അയാൾക്ക് പറയാൻ ഉദ്ദേശിക്കുന്ന സാധനങ്ങൾ പറയുന്ന ഒരു സംഭവമാണ് അയാൾ ചെയ്തത്. സാധാരണക്കാരൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ചിലർ പ്രസംഗങ്ങളിലൂടെ പറയുന്നത്, ചിലർ എഴുത്തുകളിലൂടെ പറയുന്നത്, വേടൻ അയാളുടെ സ്വതസിദ്ധമായ ശൈലിയിലൂടെ പാട്ടുകളിലൂടെ പറയുന്നു. അപ്പോൾ അതിലാണോ ശശികലയ്ക്ക് പ്രയാസം വന്നത് എന്ന് എനിക്കറിയില്ല. ഞാൻ ഏതായാലും ഒരു നിഗമനം നടത്തിയപ്പോൾ അവർക്കുണ്ടാകാൻ സാധ്യത പല വിഷയങ്ങളിലാണ്. ഇനി അതിൽ ഒരു വിഷയം കൊണ്ട് പറഞ്ഞിട്ട് ഞാൻ അതിലേക്ക് പോവാം. ഇവിടെ പ്രധാനമായിട്ടുള്ള
ഇവരുടെ പ്രതികരണത്തിന്റെ കാരണമായി പരാമർശിക്കപ്പെടുന്നത്. അയാൾ പറഞ്ഞിരിക്കുന്നു, ഞാൻ പറയനല്ല, പുലയനല്ല, നീ ബ്രാഹ്മണനുമല്ല, ആണെങ്കിൽ എനിക്കൊന്നുമില്ല. ഒന്നുമില്ലെന്നതിന് അദ്ദേഹം മലയാള ഭാഷയിൽ രണ്ടുപേർ തമ്മിൽ ഒക്കാതെ വരുമ്പോൾ ഒരാളെ അപകീർത്തിപ്പെടുത്താൻ ഉപയോഗിക്കുന്ന മോശമായ വാക്കുകളിൽ ഏറ്റവും കാഠിന്യം കുറഞ്ഞ എന്ന് പറഞ്ഞാൽ പ്രഹരശേഷി കുറഞ്ഞ പദമാണ് അയാൾ ഉപയോഗിച്ചിരിക്കുന്നത്. അയാൾ ഉപയോഗിച്ചിരിക്കുന്ന പദം തമിഴ്നാട്ടുകാര് രോമത്തിൽ ഉപയോഗിക്കുന്ന പദമാണ്. അപ്പോൾ ഇവിടെ ഒരു നിസ്സാരമായ എന്നൊരർത്ഥത്തിൽ അത് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അയാൾ പറഞ്ഞു, നീ ഇതാണെങ്കിൽ എനിക്കൊരു ഇതുമില്ല എന്ന നിലയിൽ അയാള് പാട്ടുകളിലൂടെ പറഞ്ഞിരിക്കുന്നു. അത് സ്വാഭാവികമായും ഉയർന്ന കുലജാതരെ വേദനിപ്പിക്കും. കാരണം പണ്ടിവിടെ ഉണ്ടായിരുന്ന സിസ്റ്റം, മനുസ്മൃതി ഭാരതീയർക്ക് നൽകിയിരുന്ന സിസ്റ്റം, ഭാരതത്തിന്റെ സ്വതസിദ്ധമായ സംസ്കാരം, ഉന്നത കുലജാതൻ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഇമാതിരി കുറഞ്ഞ ജാതിക്കാർ വന്നാൽ അയാൾ വഴിന്ന് മാറി നിൽക്കണം. ഇയാൾക്ക് കാഴ്ച പോലും പെടാതെ വണ്ണം മാറി നിൽക്കണം. അപ്പൊ തന്നെ കുറഞ്ഞ ആൾക്കാരുടെ വീട്ടിൽ വൈകിയ സമയങ്ങളിൽ ഈ നമ്പൂതിരിമാര് പോവുകയും ചെയ്യും. അപ്പൊ കാര്യങ്ങളൊക്കെ മുറ പോലെ നടക്കുമെങ്കിലും ഇവരുടെ സിസ്റ്റം മറ്റൊന്നായിരുന്നു. അതൊക്കെ ഒരുപാട് സമരങ്ങളിലൂടെ മാറ്റിയെടുത്തതാണ്. അപ്പോൾ ഇന്ന് ഒരാൾ വേദിയിൽ കയറി നിന്ന് ബഹുജന സമക്ഷം ഞാൻ ഇന്നിന്നതല്ല, നീ ഇന്നതാണെങ്കിൽ എനിക്കൊരു ചുക്കുമില്ല എന്ന നിലയിൽ പാടാൻ പറ്റി എന്നൊക്കെ പറഞ്ഞാൽ അത് ജനാധിപത്യത്തിന്റെ ഒരു വല്ലാത്ത ശക്തിയാണ്. അപ്പോൾ അതിനെ ശരിക്കും അംഗീകരിക്കാൻ KP ശശികലയ്ക്ക് കഴിയുന്നില്ല എന്നുള്ളത് ഗൗരവമായൊരു കാര്യമാണ്. അതിനെ ശശികല മറിച്ചടിച്ചത് ഇങ്ങനെയാണ്. കഞ്ചാവ് കേസിൽ ഇയാൾ പ്രതിയായിട്ടുണ്ട്. അപ്പൊ കഞ്ചാവ് എന്ന പദവും കേരളക്കരയിൽ ഒരാളെ മോശപ്പെടുത്താൻ ഉപയോഗിക്കുന്ന പദത്തിൽ ഏറ്റവും പ്രഹരശേഷി കൂടി ചേർത്ത് രണ്ടു വാക്കുകൾ ചേർത്തെഴുതി വാക്യത്തിൽ പ്രയോഗിച്ച് വളരെ സുന്ദരമായി KP ശശികല അവരുടെ സംസ്കാരം നിലനിർത്തിക്കൊണ്ട് ആ പദപ്രയോഗം നടത്തി. അത് വളരെ സുന്ദരമായിരുന്നു എന്ന് വേണം പറയാൻ. എന്ന് പറഞ്ഞാൽ ഷേക്സ്പിയറുടെ വരികൾ പോലെ, മാക്ബത്തിന്റെ വരികൾ പോലെ, വേർഡ്സ്വർത്തിന്റെ വരികൾ പോലെ ഒക്കെ എടുത്ത് പറയാവുന്ന രീതിയിൽ വളരെ സുന്ദരമായി ശശികല അത് അവതരിപ്പിച്ചിട്ടുണ്ട്. ആ പദപ്രയോഗത്തിലൂടെ മാന്യത കണ്ടമാനം വർദ്ധിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടേക്ക് ഞാൻ പിന്നെ വരാം. അപ്പൊ ഇവർക്ക് ഇദ്ദേഹത്തോട് വെറുപ്പുണ്ടായതിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അവരെ എടുത്തു ധരിക്കുന്നത്, ഒന്ന്, ഇയാൾ ശ്രീലങ്കൻ വംശജനാണ്, വേടൻ. രണ്ട്, ഇയാൾ ഒരു ദളിതനാണ്. മൂന്ന്, ഇയാള് കേന്ദ്ര ഗവൺമെന്റിനെ വല്ലാണ്ടങ്ങ് വിമർശിക്കും. അപ്പൊ ഇവരെടുത്തു പറയുന്നുണ്ട്, ശ്രീലങ്കക്കാരൻ ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കേണ്ട. അടുത്ത് പറയുന്നുണ്ട്, ദളിതന്റെ പാട്ട് പാടിയാൽ മതി, ദളിതന്റെ കലാരൂപം ദളിതൻ ഉപയോഗിച്ചാൽ മതി, അതിലൂടെ ടീച്ചർ ഒരല്പം അങ്ങ് ചുരുങ്ങിപ്പോയോ എന്ന് സംശയിക്കണം. കാരണം നാട് വികസിച്ചത് ഒന്നുകിൽ ടീച്ചർ അറിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ നാട് വികസിച്ചതനുസരിച്ച് മാഡത്തിന്റെ തലച്ചോറ് വികസിച്ചിട്ടില്ല. അതിന് കാരണം അവരേതിന്റെയാണോ തലപ്പത്തിരിക്കുന്നത് അതിന്റെ അകത്തിരുന്ന് ഇത്രയൊക്കെ ചെയ്യാൻ കഴിയും. ഇനി അവർക്ക് എന്തുകൊണ്ടാണ് വേടനോട് ഇത്രയും പ്രയാസം ഉണ്ടായെന്ന് വെച്ചാൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ മാത്രമല്ല, മറ്റൊന്ന് അളവറ്റ രാജ്യസ്നേഹമാണ്. ശ്രീലങ്കക്കാരൻ ഇവിടെ വന്ന് സംസാരിക്കേണ്ടെന്ന് പറയണമെങ്കിൽ അളവറ്റ രാജ്യസ്നേഹം എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തെ നശിപ്പിക്കാൻ പാകത്തിന് അളവുള്ള രാജ്യസ്നേഹം. അപ്പൊ ഇവിടെ ശ്രീലങ്കക്കാരൻ വന്ന് ജനത്തെ ഉപദ്രവിക്കേണ്ടെന്ന് പറയുമ്പോൾ ഇവർ ജനത്തെ ഉപദ്രവിക്കാതിരിക്കണം. ഇത് ഇസ്ലാമിന്റെ കാര്യം പറഞ്ഞതുപോലെയാണ്. ഇസ്ലാമിന് 2030 2050 ഇന്ത്യ മഹാരാജ്യത്തെ ഒരു ഇസ്ലാമിക രാജ്യമാക്കണം. അതിനെതിരെയുള്ള പോരാട്ടം എന്ന നിലയിൽ ശശികലയും ടീമുകളും ശ്രമിക്കുന്നത് 2025 തന്നെ ഇതിനെ ഹിന്ദു രാഷ്ട്രമാക്കണം. ഇത് രണ്ടും തീവ്രവാദം തന്നെയാണ്. ഇതിലൊന്നിനെയും പ്രത്യേകിച്ച് സോപ്പിടേണ്ട കാര്യമൊന്നുമില്ല. ഇത് രണ്ടും ഒരേ പ്രശ്നം തന്നെയാണ്. അവിടെ കിടക്കട്ടെ. ഈ രാജ്യസ്നേഹം രാജ്യത്തെ നശിപ്പിക്കുമെന്നതിന് സംശയം വേണ്ട.
രണ്ടാമത്തേത് ഇവരുടെ സംസ്കാര സ്നേഹമാണ്. സംസ്കാര സ്നേഹം പറയുമ്പോൾ മറ്റു പലതും പറയേണ്ടി വരും. ഇവരുടെ മതത്തെക്കുറിച്ച് പറയേണ്ടി വരും. ഇവരുടെ ഗ്രന്ഥമായ മനുസ്മൃതിയെ കുറിച്ച് പറയേണ്ടി വരും. ഇവർ വല്ലാതെ അങ്ങ് ആഗ്രഹിക്കുന്നത് മനുസ്മൃതിയിലുള്ള ഐത്തമൊക്കെ കൊണ്ടുവരാനാണ്. അതിങ്ങോട്ട് കൊണ്ടുവന്നാൽ ഈ ഉന്നത ജാതരാരും ഇവർക്കെതിരെ സംസാരിക്കില്ല, ഇവർക്കെതിരെ ജനം കൂട്ടുകൂടത്തില്ല, ഇവരുടെ ഒരു മോശം കാര്യങ്ങളെയും ജനം ചോദ്യം ചെയ്യില്ല. ഇങ്ങനെയൊക്കെയുള്ള ഒരു കാലഘട്ടം പിന്നെയും തിരിച്ചു വരും എന്ന് പാപം ശശികല സ്വപ്നം കാണുകയാണ്. അപ്പോൾ ഞാൻ ചുരുക്കി പറഞ്ഞ വാക്കുകളുടെ അർത്ഥം, വേടൻ എന്ന കഥാപാത്രത്തിന്റെ കളറും അയാളുടെ രാജ്യവും അല്ലെങ്കിൽ ജന്മദേശവും അയാളുടെ വാക്കുകളും ശശികലയെയും കൂടെയുള്ളവരെയും അലോസരപ്പെടുത്തിയെന്ന് മാത്രമല്ല, ആസനത്തിൽ അമ്പ് നിറച്ചതുപോലെയായി എന്നതാണ് ഈ വാക്കുകളുടെ ശൗര്യത്തിൽ നിന്നും മനസ്സിലാക്കാൻ. അപ്പോൾ ഇത്രയും ഭാഗം ഞാൻ പറഞ്ഞത് വാസ്തവത്തിൽ ടീച്ചറെ കുറിച്ചുള്ള ഒരല്പം ക്ഷീണിച്ച ഭാഗമാണ്. എനിക്കിച്ചിരി ടീച്ചർക്ക് അഭിവാദ്യം പറയേണ്ട കാര്യങ്ങളുണ്ട്. കാരണം ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഹിന്ദു മതം അല്ലെങ്കിൽ ഹിന്ദു സംസ്കാരം ടീച്ചർ ഇന്ന് എത്തി നിൽക്കുന്നതിനേക്കാൾ വളരെ മോശമായിരുന്നു. അത് ടീച്ചർക്ക് അറിയാം, ചരിത്രം പഠിക്കുന്ന എല്ലാവർക്കും അറിയാം. ടീച്ചർ അതിൽ എടുത്തുദ്ധരിച്ച രണ്ട് പ്രധാനപ്പെട്ട വിഷയങ്ങൾ, ഒന്ന് നഗ്നതയാണ്, രണ്ട് കഞ്ചാവാണ്. കഞ്ചാവ് എന്ന ഒരു മയക്കുമരുന്നിനെയും നഗ്നത എന്ന ഒരു വിഷയത്തെയും ഇത്തരത്തിൽ സ്റ്റാൻഡേർഡുള്ള, നിലവാരമുള്ള, പ്രഹരശേഷിയുള്ള തെറിയുടെ ചേരുവ കൂടി ചേർത്ത് ടീച്ചർ എതിർക്കത്തക്ക നിലയിൽ വളർന്നു എങ്കിൽ അത് ടീച്ചറെ അഭിമാനിക്കേണ്ട കാര്യമാണ്. ഇത്തരത്തിൽ ഇമാതിരി അനീതികൾക്കെതിരെ ഒച്ചവെക്കാൻ ടീച്ചറെ പോലെയുള്ള ഒരാളെ വളർത്തിക്കൊണ്ടുവന്നത് ഒരിക്കലും മനുസ്മൃതി അല്ല, ഋഗ്വേദമല്ല, യജുർവേദമല്ല, സാമവേദമല്ല, അഥർവവേദമല്ല, രാമായണമല്ല, മഹാഭാരതമല്ല, ഉപനിഷത്തുക്കളല്ല, ഒന്നുമല്ല. ടീച്ചറെ ഇത്തരത്തിൽ മാന്യമായി ചിന്തിക്കാൻ പ്രോത്സാഹിപ്പിച്ചത്, ബലം തന്നത്, ശേഷി തന്നത്, ടീച്ചർ എന്ന ഇംഗ്ലീഷ് പദം പോലും പേരിനോട് ചേർത്ത് പറയത്തക്ക നിലയിൽ കൊണ്ടെത്തിച്ചതൊക്കെ ആമ്പിള്ളേരാണ് ടീച്ചറെ. അത് മിഷനറിമാരാണ്. മിഷനറിമാർ ഇന്ത്യയിൽ വന്നതുകൊണ്ടാണ് ഇമാതിരി വൃത്തിക്ക് സ്ത്രീകൾക്ക് നിന്ന് വർത്തമാനം പറയാൻ കഴിയുന്നതെന്നും ആ വകുപ്പ് ഉപയോഗിച്ച് മൈക്കിന്റെ ചുവട്ടിൽ നിന്നുകൊണ്ട് നീതിക്ക് വേണ്ടി സംസാരിക്കാനുള്ള ആംബിയർ ടീച്ചർ ഉണ്ടാക്കിയെടുത്തതിനെ അഭിനന്ദിക്കുന്നത് തന്നെ വേണം. എന്തിനു വേണ്ടി കരയുന്നു എന്നതിരിക്കട്ടെ, കരയുന്നു എന്ന് നോക്ക്. സുവിശേഷം ഇവിടെ എത്താതിരുന്നെങ്കിൽ പുറത്ത് കിണ്ടി വച്ചിട്ട് അകത്ത് ലിംഗകൃഷി നടത്തുന്ന ഏതോ കുടിലിന്റെ അകത്ത് ഒടുങ്ങിപ്പോകേണ്ടിയിരുന്ന ശശികല നാലാള് കൂടുന്നിടത്ത് കിണ്ടിയുടെ സപ്പോർട്ടും കിണ്ടിയുടെ മറവുമില്ലാതെ ഇറങ്ങി നിന്ന് വർത്തമാനം പറയാനുള്ള ശേഷി ആർജിച്ചതിനെ ഒരു വലിയ സെല്യൂട്ടോടുകൂടി തന്നെ അംഗീകരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. പൊതുസമൂഹം ഇരുന്ന് ചൊറിയുന്നത് ടീച്ചർ എത്രയോ ഉയരത്തിൽ വളരണമെന്നാണ്. ഇന്ന് വളരട്ടെ. കോഴിമുട്ട അടവച്ചാൽ 21 ദിവസം ഇരിക്കണ്ടേ? 10ന്റെ അന്നും 15ന്റെ അന്നും വിരിയണമെന്ന് പ്രതീക്ഷിക്കുന്നത് മൗഢ്യമല്ലേ? നല്ല ഭംഗിയായി സാരി ഉടുക്കാൻ ടീച്ചർക്ക് കഴിയുന്നുണ്ടല്ലോ. ഇത് ഇന്ത്യൻ വേഷമല്ല. അപ്പോൾ അത് ധരിക്കാൻ ടീച്ചർക്കായി, നല്ലൊരു ടീച്ചറാകാൻ ടീച്ചർക്കായി, ഇതൊക്കെ അഭിനന്ദിക്കേണ്ടതല്ലേ? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കിണ്ടിയുടെ മറവിൽ
വീട് വിസിറ്റ് ചെയ്യാൻ വരുന്നവർക്ക് ലിംഗകൃഷിക്ക് ഇരുന്ന് കൊടുക്കേണ്ടിയിരുന്ന ഗതികേടിനെ ചവിട്ടി മാറ്റി സംസ്കാര സമ്പന്നയായി പുറത്തേക്ക് ഇറങ്ങി വന്ന് മൈക്കിന് ചുവട്ടിൽ നിന്ന് ദേശത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി സംസാരിക്കാൻ ശേഷിയുണ്ടായ, അല്ലെങ്കിൽ ആ ശേഷി ആർജിച്ചെടുത്ത ടീച്ചറെ നിങ്ങൾക്ക് എന്തുകൊണ്ട് അഭിമാനിക്കാൻ കഴിയുന്നില്ല? ഞാൻ ടീച്ചറെ അഭിനന്ദിക്കുകയാണ്. ഞാൻ ലിംഗകൃഷി എടുത്തു പറയാൻ കാരണം ടീച്ചറെ എപ്പോഴും ഭയക്കുന്നത് കുരിശ് കൃഷിയാണ്. ടീച്ചറെ ഇന്ത്യയിൽ കുരിശ് കൃഷി വന്നതുകൊണ്ടാണ് ടീച്ചർ ഇപ്പുറത്തിന് തുണി കൊടുക്കാൻ പറ്റിയത്. അതിനു മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നത് ലിംഗകൃഷിയാണല്ലോ. ഇന്ത്യയിൽ ഉടനീളം അതാണല്ലോ സ്ഥാപിക്കാൻ ടീച്ചർക്കും താല്പര്യം. ആ കൃഷി നടത്തി വന്നിരുന്നവർ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, കിണ്ടിയോ കുടയോ പുറത്തിരിക്കുന്നത് കണ്ടാൽ ആ വീട്ടിലെ മുതലാളി മാറിപ്പൊക്കോണം. കാരണം ഇതിനകത്ത് ലിംഗകൃഷി നടക്കുകയാണ്. അത്തരത്തിലുള്ള ലിംഗകൃഷിക്കാരെയൊക്കെ നാടുകടത്തിയത് സാക്ഷാൽ നമ്മുടെ രക്ഷകനായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം, കുറച്ചുകൂടി മാറ്റി പറഞ്ഞാൽ തേജസ്സുള്ള സുവിശേഷം, ഭാരത മണ്ണിൽ മിഷനറിമാരാൽ എത്തിയത് കൊണ്ടാണ്. ടീച്ചർ എന്നൊരു വാലുകൂടി ചേർത്ത് പറയാൻ വെറും ശശികലയ്ക്ക് ഭാഗ്യം ലഭിച്ചതും മിഷനറിമാരുടെ സംഭാവന തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കിണ്ടീറ മറവിൽ എവിടെയോ ഒരാൾക്ക് മുമ്പിൽ വെറുതെ ശരീരം ലിംഗകൃഷിക്കായി സമർപ്പിച്ച് കിടക്കേണ്ടിയിരുന്ന അവസ്ഥയിൽ നിന്ന് നാലാൾ കൂടുന്നിടത്ത് മൈക്കിന്റെ ചുവട്ടിൽ നിന്ന് ധാർമ്മികതയ്ക്ക് വേണ്ടി ഒച്ച വെക്കാൻ കഴിയുന്നതും ഒരു മാന്യത തന്നെയാണ്. അതിനൊക്കെ ടീച്ചർ ആർജിച്ചെടുത്തതിൽ ഞങ്ങൾക്ക് അഭിമാനം തോന്നുന്നുണ്ട്. പിന്നെ ഇനി കുറച്ച് കാര്യങ്ങൾ, കാരണം നാട് വളർന്നതനുസരിച്ച് അത്ര വേഗത്തിൽ ചിലപ്പോൾ ടീച്ചറുടെ തലച്ചോറ് വളരണമെന്നില്ല. അങ്ങനെ വളർന്നിരുന്നു എങ്കിൽ ഇമാതിരി ഒരു സംഘടനയുടെ നേതാവായിട്ട് ഇരിക്കാൻ കഴിയുകയും ഉണ്ടായിരുന്നില്ല. അവൾ എന്നെ ചിന്തിപ്പിച്ചത്, രണ്ട് കാര്യങ്ങൾക്കെതിരെ ടീച്ചർ സ്ട്രോങ് ആയിട്ട് വളർന്നിരിക്കുന്നു. ഒന്ന് നഗ്നത. ഇവിടെ വേടൻ ഏതാണ്ട് തുണി പറിച്ചെറിഞ്ഞിട്ട് ചാടു കുഞ്ഞിരാമ ആടു കുഞ്ഞിരാമ എന്ന് പറയുമ്പോൾ ചാടുന്നു എന്നൊക്കെ പറയുന്നു. എനിക്കറിയില്ല, പദപ്രയോഗങ്ങൾ ഞാൻ മറന്നുപോയി. ഞാൻ ഒന്ന് രണ്ട് വീഡിയോസ് ചുമ്മാ ശ്രദ്ധിച്ചു. വേടൻ ഉടുപ്പ് ഇല്ലാതെ ബനിയനിട്ടോണ്ട് നിൽക്കുന്നെന്ന് തോന്നുന്നു. അതിനെ നഗ്നതയായി ടീച്ചർക്ക് തോന്നത്തക്ക വിധം ടീച്ചർ വളർന്നു എന്ന് പറഞ്ഞാൽ എന്റെ യേശുവിന്റെ സുവിശേഷം ഈ ഭാരത മണ്ണിൽ വരുത്തിയ മാറ്റത്തെ ഓർത്ത് ഞാൻ എന്റെ ദൈവത്തെ സ്തുതിക്കുക മാത്രമല്ല, ടീച്ചറെ അഭിനന്ദിക്കുക കൂടെ ചെയ്യുന്നു. കാരണം ശരിക്കും മ്ലേച്ഛതകളുടെ മടിത്തട്ടിൽ കിടന്നുറങ്ങിയ ഭാരത സംസ്കാരത്തിൽ നിന്ന് അവകളെ വലിച്ചെറിഞ്ഞു കളഞ്ഞ് എഴുന്നേറ്റ് നിന്ന് തുണിയുടുക്കാൻ ഒരു ധൈര്യം തോന്നിയെങ്കിൽ അത് ദൈവീകതയെ സ്വീകരിച്ചത് തന്നെയായിട്ട് അംഗീകരിക്കേണ്ടി വരും. ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ തേജസ് അണിയിച്ചിരുന്നു. പിശാച് അവന്റെ തേജസ് നഷ്ടപ്പെടുത്തി അവനെ നഗ്നനാക്കി. ദൈവം അവനെ വസ്ത്രം ധരിപ്പിച്ചു. പിന്നെയും ദൈവങ്ങൾ മനുഷ്യനെ നഗ്നനാക്കി പരസ്യകോലമാക്കിക്കൊണ്ടിരിക്കുമ്പോൾ എന്റെ യേശുവിന്റെ സുവിശേഷം മനുഷ്യനെ മാന്യനും വസ്ത്രം ധരിക്കുന്നവനും തേജസ്സും മഹിമയും അണിയുന്നവനുമാക്കി മാറ്റുകയാണ്. അതിൽ ഒന്നും സംഭവിച്ചില്ലെങ്കിലും വസ്ത്രം ധരിക്കാനെങ്കിലും ഞങ്ങളുടെ ശശികലയ്ക്കായതിൽ ഞങ്ങൾ അഭിമാനിക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടെ ഇയാള് പുറത്തെ ഉടുപ്പൂരിക്കളഞ്ഞ് അടിവസ്ത്രമിട്ട് നിൽക്കുന്നത് ടീച്ചറെ പ്രയാസപ്പെടുത്തി. ഇത് ഞാൻ വളരെ ക്രിയാത്മകമായിട്ടാണ് കാണുന്നത്. കാരണം കേരളത്തിലെ ഹിന്ദു ഉണരണം. ഇതേ മാനസിക അവസ്ഥയോടെ കേരളത്തിലെ ഹിന്ദു ഉണരണം. നഗ്നതയ്ക്കെതിരെ, കഞ്ചാവിനെതിരെ എങ്കിലും സംസാരിക്കാൻ ടീച്ചർ ഉണ്ടാക്കിയ ശേഷി എല്ലാവരും ഉണ്ടാക്കണം. കേരളത്തിലെ ഹിന്ദു ഉണരണം. ഇവിടെ എല്ലാവരും വസ്ത്രം ധരിക്കണം, ഇവിടെ എല്ലാവരും കഞ്ചാവ് ഉപേക്ഷിക്കണം. ഇവിടെ നിന്ന് തമിഴ്നാട്ടിലേക്ക്, അവിടെ നിന്ന് കർണാടകയിലേക്ക്, അവിടെ നിന്ന് മധ്യപ്രദേശിലേക്ക്, അവിടെ നിന്ന് യു പിയിലേക്ക്. യു പി ചെല്ലുമ്പോ ആൾക്കാര് ഹിന്ദുമതത്തിന്റെ ഭാഗമായി തുണി ഉടുക്കുന്നില്ലത്രേ. ടീച്ചർ ഇവിടെ നഗ്നത പ്രദർശിപ്പിച്ച് നടക്കുന്നവനെ
പരാമർശിച്ച പദപ്രയോഗം നല്ലൊരു പദപ്രയോഗമാണ്. അതുപോലെ അവിടുത്തെ സ്വാമിമാർ ഹിന്ദു ദൈവത്തെ ആരാധിക്കുന്ന സ്വാമി ഭക്തന്മാർ തുണി ഉടുക്കില്ലെന്ന് മാത്രമല്ല സൂപ്പർ കഞ്ചാവുകളാണ്. അപ്പൊ കഞ്ചാവ് ഉപയോഗിക്കുന്നവനെ കഞ്ചാവ് എന്ന് മാത്രമല്ല, അതിനോട് ചേർന്ന് കേരളത്തിൽ ഉപയോഗിക്കാവുന്ന നല്ല പ്രഹരശേഷിയുള്ള ഒരു തെറി കൂടി ചേർത്ത് ടീച്ചറിന്റെ സ്വന്തം ഭാഷയിൽ അതിനെ വിളിക്കുമ്പോൾ എന്തൊരു ഭംഗിയാണ് അതിന്. ടീച്ചർ എല്ലാ ഹൈന്ദവനും ഇത് പഠിപ്പിക്കണം. അമ്മാതിരി കഞ്ചാവ് ഉപയോഗിക്കുന്നവരുടെ കഞ്ചാവ് ഉപയോഗം തിന്മയാണെന്ന് പറയാൻ ടീച്ചർ തയ്യാറാകണം. ഇവിടുത്തെ നല്ല ഉഗ്രം കരുത്തുള്ള സഹോദരന്മാരെ കൂട്ടണം ടീച്ചർ. ഞങ്ങളും വരാം, നമുക്ക് യു പിയിൽ പോവാം. യോഗിയുടെ നാട്ടിലെ തുണി ഉടുക്കാത്തവനെയും കഞ്ചാവ് ഉപയോഗിക്കുന്നവനെ ഈ പറഞ്ഞ പദം ഉപയോഗിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, നല്ല ഹിന്ദിയിൽ മുഴുത്ത സാധനമാക്കി മാറ്റണം. അവർക്കിത് മനസ്സിലാവട്ടെ. ഇത് തിന്മയാണെന്ന് ടീച്ചർക്ക് മനസ്സിലായല്ലോ, വളരെ നല്ലത്. ഹേഷ്, തിന്മയാണെന്ന് മനസ്സിലാക്കിയല്ലോ. അത് മനസ്സിലാക്കാൻ ആ തലച്ചോറിന് ശേഷി ഉണ്ടായതിനെയാണ് ഞാൻ അഭിനന്ദിച്ചുകൊണ്ടേയിരിക്കുന്നത്. എനിക്ക് സന്തോഷം കൊണ്ട് എനിക്ക് ഇരിക്കാൻ മേലേ എന്ന് പണ്ട് പോപ്പിക്കുടയുടെ പരസ്യം പറയില്ലേ, അതുപോലെയാണ് എനിക്കിരിക്കാൻ മേലേ. മിഷനറിമാർ ഇവിടെ വന്നതിന്റെ മെച്ചമാണ് ഈ കാണുന്നത്. നഗ്നതയ്ക്കെതിരെ സംസാരിക്കാൻ ശേഷിയുള്ള ഒരു സമൂഹം ഉണർന്നിരിക്കുന്നു. കേരളത്തിൽ ഹിന്ദു ഉണരണം നഗ്നതയ്ക്കെതിരെ. ഇവിടെയുള്ള യൗവന്മാരെ ഒക്കെ ഉടുപ്പിക്കണം തുണി. നമുക്ക് നോർത്ത് ഇന്ത്യക്കാരനെ ഉടുപ്പിക്കണം. തുണി ഉടുക്കാത്തവനെ തൊട്ടു തൊഴുത് പാർലമെന്റിലേക്ക് കടക്കുന്ന ആൾക്കാരുണ്ടെന്നൊക്കെ ഞാൻ പലയിടത്തും കണ്ടിട്ടുണ്ട്. തുണി ഉടുക്കാതെ ആരോ പാർലമെന്റിൽ കയറി എന്നും പറയുന്നത് കേട്ടു. ശരിയാണോ എന്ന് എനിക്കറിയില്ല. എങ്കിലത് തിരുവനന്തപുരം ഭാഷയിൽ വെറും പങ്കം തന്നെ എന്ന് പറഞ്ഞാൽ നാണം കേട് തന്നെ. ഒന്ന് സുഹൃത്തെ, ഞാൻ പറയുന്ന കാര്യം മനസ്സിലാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അല്ലാതെ കേരളത്തിലെ ദളിതൻ മാത്രം കഞ്ചാവ് ഉപയോഗിക്കുമ്പം കഞ്ചാവ് ബാക്കി മോശം വാക്ക്, കൂടിയ ജാതിക്കാരൻ ഉപയോഗിക്കുമ്പം കഞ്ചാവ് ഏതാണ്ട് പുണ്യവസ്തു എന്ന നിലയിൽ വല്ലോ ടീച്ചർക്ക് മനസ്സിലാകലുണ്ടെങ്കിൽ തലച്ചോറിനകത്തേക്ക് കാര്യമായ നിലയിൽ ഒരു പുരോഗമനം ഉണ്ടായിട്ടില്ല എന്ന് മനസ്സിലാക്കണം. ഏതായാലും ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നഗ്നതയ്ക്കെതിരെയും കഞ്ചാവിനെതിരെയും സംസാരിക്കാൻ ടീച്ചർ കാണിക്കുന്ന ശേഷിയെ അഭിനന്ദിക്കുമ്പോൾ തന്നെ ഐത്തം തിരിച്ചു കൊണ്ടുവരാനും ജാതി സംവിധാനം മടക്കിക്കൊണ്ടുവരുവാനും മനുഷ്യനെ മനുഷ്യനായി കാണുവാനുള്ള മടി ഇപ്പോഴും ആ തലച്ചോറിലും രക്തത്തിലുമുണ്ട് എങ്കിൽ വളരെ യുദ്ധകാലാടിസ്ഥാനത്തിൽ വിശുദ്ധ വേദപുസ്തകം വായിച്ച് മനുഷ്യനെ സ്നേഹിക്കാൻ പഠിക്കണം. മനുഷ്യനെ മനുഷ്യനായി കാണാൻ പഠിക്കണം. തിന്മ മുഴുവൻ തലച്ചോറിൽ നിന്ന് തുളച്ചു മാറ്റണം. മാനസാന്തരപ്പെടണം. ഞങ്ങളുടെ യേശു മടങ്ങി വരാറായി. വേടനെ ഞാൻ മനസ്സിലാക്കുന്നത് സമൂഹത്തിന്റെ തിന്മകൾക്കെതിരെ സംസാരിക്കുന്ന ഒരു കഥാപാത്രമായിട്ടാണ്. പണ്ട് ഷേക്സ്പിയർ സംസാരിച്ചിരുന്നത് പോലെ ഷേക്സ്പീരിയൻ നാടകങ്ങളിലൂടെ സമൂഹത്തിൽ അന്ന് ഉറച്ചു നിന്നിരുന്ന തിന്മകൾക്കെതിരെ സംസാരിക്കാൻ അയാൾ കെൽപ്പ് പ്രാപിച്ചിരുന്നു, ശേഷി വച്ചിരുന്നു. അയാൾ അത് ചെയ്തിരുന്നു. അതുപോലെ തന്നെ വേടൻ അത് ചെയ്യുന്നു എങ്കിൽ അയാൾ അഭിമാനിക്കേണ്ടതായിട്ടുണ്ട്. ഏതായാലും അയാളുടെ കൂട്ടത്തിൽ കൂടിയിരിക്കുന്ന യുവജനങ്ങളെല്ലാം ദളിതരല്ല. എല്ലാ ജാതിയിൽ നിന്നുള്ളവരും വേടനെ അനുഗമിക്കുന്നു എങ്കിൽ സമൂഹത്തിൽ മുൻകാലങ്ങളിൽ പറ്റിപ്പിടിച്ചിരുന്ന തിന്മകൾക്കെതിരെ ഇപ്പോഴത്തെ യുവമനസ്സുകളുടെ മാനസിക അവസ്ഥ എന്താണെന്ന് നമുക്ക് ഗ്രഹിക്കാം. ഈ പറഞ്ഞ തിന്മകളൊന്നും തിരിച്ചു കൊണ്ടുവരുവാൻ ശശികലയോ കൂട്ടുകാരോ വിചാരിച്ചാൽ നടക്കില്ല. കാരണം യുവജനം ജാതി മത വർണ്ണ ലിംഗ വിവേചനങ്ങൾക്ക് അതീതമായി ഒത്തൊരുമയോടെ വളരുന്നൊരു കാഴ്ചയാണ് നമ്മൾ സമൂഹത്തിൽ കാണുന്നത്. ഇത് സമൂഹത്തിന്റെ ഒരു പോസിറ്റീവ് ഗ്രോത്ത് ആണ്. അതൊരു വ്യക്തി ആരാധനയായി മാറാതെ അയാൾ പറയുന്ന ആദർശങ്ങളോടുള്ള ആരാധനയായി മാറുകയാണെങ്കിൽ
നമ്മുടെ സമൂഹത്തിന് അഭൂതപൂർണമായ ഒരു വളർച്ചയ്ക്ക് സാധ്യതയുണ്ട് എന്നത് വിസ്മരിക്കാനാവില്ല. പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വേടനെ സപ്പോർട്ട് ചെയ്യുന്നത് വാസ്തവത്തിൽ കേന്ദ്ര സർക്കാരിനെ വേടൻ വിമർശിക്കുന്നു എന്ന ഒറ്റ കാരണത്താലാണ്. അത് നാളെ പിണറായിയെ വല്ലോ കയറി വേടൻ വിമർശിച്ചാൽ അതോടുകൂടി കമ്മ്യൂണിസം വേടനെ കൈവിടും. ഏതായാലും വേടന്റെ മിന്നല് പോലെയുള്ള ഈ വരവ് സമൂഹത്തിൽ ഒരു ചലനം ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് മാത്രമല്ല, സമൂഹത്തിലെ ജനമനസ്സുകളുടെ വളർച്ച ഒന്ന് അളക്കാനും കഴിഞ്ഞു എന്നതിൽ സംശയം വേണ്ട. ഏതായാലും സമൂഹം വിദ്യാസമ്പന്നരായി നല്ല നിലയിൽ ചിന്തിക്കുന്നവർ തന്നെയാണ് എന്നതിൽ മാനിക്കാനും സന്തോഷിക്കാനും വകയുണ്ട്. യു പി പോലുള്ള സംസ്ഥാനത്തിൽ നടക്കുന്നത് പോലെ, അല്ലെങ്കിൽ ഗുജറാത്ത് പോലെയുള്ള സ്ഥലങ്ങളിൽ നടക്കുന്നത് പോലെ വല്ലാത്ത മതസ്പർദ്ധയും ജാതി സ്പർദ്ധയും ഒന്നും കേരളത്തിൽ വിറ്റുപോവില്ല എന്നത് ഗുണകരമായ ഒരു വളർച്ചയുടെ ഭാഗമായി മനസ്സിലാക്കണം. ഏതായാലും നമ്മുടെ സമൂഹത്തിലെ യൗവനക്കാർ നന്നായി വളരുന്നതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ വകയുണ്ട്. നമുക്കതിൽ സന്തോഷിക്കാൻ വകയുണ്ട്. നമ്മുടെ വിദ്യാഭ്യാസ സംവിധാനങ്ങൾ കുറച്ചുകൂടി ശക്തവും മാന്യവുമായതായി മാറട്ടെ. നല്ലൊരു ഭാവി തലമുറ നമുക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് അഭിമാനിക്കാം. നല്ലൊരു ഇന്ത്യയെ പ്രതീക്ഷിക്കാം. May God bless everybody.